ഹായ്, ഞാൻ കവിത. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലുള്ള JT പാർക്കിലാണ്. ഇവിടെ ഭാവന തിയേറ്റേഴ്സ് ഈ വർഷം സംഘടിപ്പിക്കുന്ന ആക്ടിംഗ് സമ്മർ ക്യാമ്പ് വർക്ക്ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് കുട്ടികളുമായിട്ട് ഒരു 1.5 മണിക്കൂർ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഞങ്ങൾ കുറേ നേരമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ, ഈ ജനറേഷനിലുള്ള യങ് ആക്ടേഴ്സ്, അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പഠിച്ച ഒരു സമയത്തിൽ നിന്ന് 10-24 വർഷം മുമ്പോട്ട് വന്നിരിക്കുന്നു. എന്നെ പഠിപ്പിച്ച മാഷ് തന്നെയാണ് ഇവരെയും ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസ് മാഷ് അഭിനയത്തിൽ എൻ്റെ ആദ്യത്തെ ഗുരുവാണ് അദ്ദേഹം. പെട്ടെന്ന് ഓർത്തുപോയത് എൻ്റെ സ്കൂൾ കാലഘട്ടമാണ്. ഞാൻ ആദ്യം ചെയ്ത നാടകമാണ്. മാഷ് ഇന്നും എന്നെ ആദ്യം പഠിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇമോഷണലായി. അറ്റ് ദ സെയിം ടൈം ഐ ഫീൽ സോ ബ്ലെസ്ഡ്. ആദ്യം നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥൻ തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്ന കഥാപാത്രത്തെക്കുറിച്ച് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഓർത്തിരിക്കുന്നതും അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നതും, അതിന് മുകളിൽ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എന്താണ് കിട്ടേണ്ടത് അല്ലേ? അതിനിപ്പുറം ഞാൻ എത്രമാത്രം എൻ്റെ പ്രൊഫഷനിൽ ഞാൻ മുമ്പോട്ട് പോയാലും, ഇനിയിപ്പോൾ എത്ര അവാർഡ്സ് കിട്ടിയാലും, ആളുകളുടെ സ്നേഹം കിട്ടിയാലും, നമ്മളെ പഠിപ്പിച്ച ഗുരു നമ്മളിൽ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെങ്കിൽ അതാണ് ബേസിക്കലി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു സെഷൻ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണ്. അവരെല്ലാവരും ഞാൻ വിചാരിച്ച മാതിരി, ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഞാൻ ആലോചിച്ചു എങ്ങനെയാവും ഇവരുടെ അടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഐ ആം ഫ്രം അനദർ ജനറേഷൻ ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇന്നത്തെ കിഡ്സ് ഇതൊക്കെ എടുത്ത് കാണുന്ന ഒരു വർക്ക്ഷോപ്പ്. ബിക്കോസ് ദേ ആർ മോർ എക്സ്പോസ്ഡ്. എന്നെ മാതിരി എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കിട്ടിയ ഒരു ഫെസിലിറ്റീസ് അല്ല ഇന്നുള്ളത്. ഇന്ന് ദേ ആർ എക്സ്പോസ് ടു മീഡിയ, ഈവൻ ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും. അവരുടെ പാരൻസ് അവരെക്കാട്ടിലും കൂടുതൽ പ്രിപ്പയർഡ് ആണ്. അപ്പം ഇന്ന് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് എന്ന് പറയാനില്ല, ഇറ്റ് വാസ് എൻ ഇൻട്രാക്ഷൻ. ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് സൗണ്ട് ആൻഡ് ഡയലോഗ് ഡെലിവറി, കുറച്ച് ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ അവർക്ക് കുറേ ടിപ്സ് ഒക്കെ കൊടുത്തു. സിൻസ് ദേ ആർ കിഡ്സ്, ഐ ആം ഓൾസോ ലിമിറ്റഡ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഐ തിങ്ക് വാസ് ഈസി. കുട്ടികൾ സൂപ്പർ സ്മാർട്ടാണ് ആൻഡ് ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദെയർ പെർഫോമൻസ് ഓൺ 10th. ഇവിടെ തന്നെയാണ് 10th അവരുടെ പെർഫോമൻസ്. അവർ ഏകദേശം 1 മണിക്കൂറുള്ള ഒരു പ്ലേ ആണ് ചെയ്യുന്നത്. ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ ദം. താങ്ക് യു.